ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ അന്വേഷണങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണങ്ങളിൽ പിണറായി വിജയൻ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നൊരു ചോദ്യമാണല്ലോ ഉയരുന്നത്. വിവിധ നേതാക്കൾ ഇഡിക്ക് മുന്നായി പോയിട്ടുണ്ട്, മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ സഹകരിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പ്രവർത്തകരെ പുറത്ത് ഈ രൂപത്തിൽ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണല്ലോ ഇപ്പോൾ അഭിഭാഷകൻ ആയ ഇപ്പോൾ നമ്മളൊരു അഭിഭാഷകൻ ചോദിച്ചത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടന്നു നോക്കൂ. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാൻ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. ആക്രമണ കേസാണ്. അപ്പോൾ ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ CPM-ലെ ഒരു 7-8 പേരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഇവരുടെ ജീവനം തന്നെ പ്രതിസന്ധിയിലാകുന്ന രൂപത്തിലേക്ക് ആ കേസ് മാറും. കാരണം അവിടെ കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണം വന്നിരിക്കുന്നു, ഇവിടെ ആരാണ് തടഞ്ഞത് തുടങ്ങിയ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ മൊഴി നൽകുന്നു. അപ്പോൾ ഗൗരവത്തിലുള്ള മറ്റൊരു കേസായത് രൂപാന്തരം പ്രാപിക്കുകയാണ്. ശ്രീ എം പി രാജേഷ്, ഇവിടെ പറഞ്ഞ 3 അസത്യങ്ങൾ ഞാൻ ആദ്യം തുറന്നു കാണിക്കട്ടെ. അതിലൊന്ന്, ഞാൻ അവിടെ നടന്ന അക്രമത്തെ ന്യായീകരിച്ചു എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞു. അദ്ദേഹം അല്പം ഇൻറ്റഗ്രിറ്റിയുള്ള ആളാണെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളത് ഒന്നുകൂടി കാണിച്ചാൽ മതി ഞാൻ എന്താ പറഞ്ഞതെന്ന്. ആദ്യ വാചകം അക്രമം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ്. അത് ന്യായീകരണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു രോഗമാണ് എന്നേ പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ആ ആക്രമണം ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ഒന്നാമതായി ആൾക്കൂട്ടത്തിലേക്ക് ഈ വാഹനം തുറന്നു വിട്ട പോലീസിനും, പിന്നെ അപ്പോൾ തന്നെ ഈ ചാർജ്ഡ് അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ തന്നെ ഇറങ്ങി വരണം എന്ന് നിർബന്ധം പിടിച്ച ED ഉദ്യോഗസ്ഥർക്കുമാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മഹത് വനിത, അവർ വളരെ മോശം ഭാഷയിൽ പിന്നെ അവിടെ സ്ഥിരതാമസമാക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പ്രകോപനത്തിന് വഴങ്ങി മോശം ഭാഷയിൽ മറുപടി പറഞ്ഞ് തരംതാഴാനില്ല. പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആ ഭാഷയൊക്കെ. ഞാനവിടെ പറഞ്ഞത് 10 മിനിറ്റ് ആൾക്കൂട്ടത്തെ പിരിച്ചു വിട്ടിട്ട് ഇവർക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, ഈ സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തോ അക്രമം ഇപ്പോൾ CPM ആസൂത്രണം ചെയ്ത് നടപ്പാക്കി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഉള്ള പ്രതിഷേധമാണ് നടന്നത്. 2 വീഡിയോ ഞാനിപ്പോൾ അയച്ചു തരാം, നിങ്ങൾ കാണിക്കൂ. അസത്യം, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏത് അസത്യവും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത്. അതിലൊന്ന്, ബാംഗ്ലൂരിൽ ED ഓഫീസിൻ്റെ മുമ്പിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കാറ് കത്തിക്കുന്നതിൻ്റെതാണ്. നിങ്ങൾ കാണിക്കൂ, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാം. ഇത് നിങ്ങൾ അറിയാത്തതുകൊണ്ടൊന്നും പറഞ്ഞതാവില്ലല്ലോ. രണ്ടാമത്തെ വീഡിയോ, ഡൽഹിയിൽ ED ആസ്ഥാനത്തിന് മുമ്പിൽ ടയറുകൾ കൂട്ടിയിട്ട് കോൺഗ്രസ്സുകാർ കത്തിക്കുന്നതാണ്. KC വേണുഗോപാൽ, ജയറാം രമേശ്, മനീഷ് തിവാരി ഉൾപ്പെടെയുള്ളവരെ ED ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിന് അന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത നിങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാണ്. മുംബൈയിൽ ED ഓഫീസിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഉപരോധം നടത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആരും പിടിക്കില്ല എന്നാണോ കരുതുന്നത്? അപ്പോൾ അന്ന് ഭയങ്കര സമാധാനമായിരുന്നു എന്നും ഇപ്പോൾ അക്രമം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നും പറയുകയാണ്. നിങ്ങളുടെ തന്നെ ദൃശ്യങ്ങളിലുണ്ട് ശിവൻകുട്ടിയും ജോയിയും അതുപോലെ കടകംപള്ളിയും ഒക്കെ എത്ര കഷ്ടപ്പെട്ടാണ് പലതവണ ആളുകളെ ശാന്തരാക്കാൻ ശ്രമിച്ചത് എന്നത്. അപ്പോൾ ആൾക്കൂട്ടമാണ് അവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ആ ആൾക്കൂട്ടത്തെ ഒന്നുകിൽ പിരിച്ചയച്ചിട്ട് വേണമായിരുന്നു അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. അതൊരു കോമൺ സെൻസാണ്. പോലീസിന് ആ കോമൺ സെൻസ് ഉണ്ടാവാത്തതാണോ അതോ ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ എന്നവർ കരുതിയതാണോ? വീടുകൾക്ക് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാമെന്ന തീരുമാനം നേതാക്കൾ എടുക്കുന്നതല്ലേ? അതിപ്പോൾ കണ്ണൂരിലെ വീട്ടിലും കണ്ടു, ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ വീട്ടിലും കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം, ആദ്യം പ്രകടന പരിപാടികൾ ആലോചിക്കാൻ പ്രത്യേക സംസ്ഥാന സമിതി ചേരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. പിന്നീട് ആ പ്രകടനം എന്നതിലപ്പുറം വീടുകൾക്ക് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാമെന്ന രൂപത്തിൽ നേതാക്കൾ തന്നെ അതിന് തുടക്കമിടുമ്പോൾ പിന്നീട് വരുന്ന അണികളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരെ ശാന്തരാക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? വീടുകൾക്ക് മുന്നിൽ തന്നെ ആ പ്രതിഷേധം നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ കുറച്ചിങ്ങനെ ആകട്ടെ, ഈ രൂപത്തിൽ പോകട്ടെ എന്ന് നേതാക്കൾക്ക് തന്നെ ആലോചനയുണ്ടായിരുന്നു എന്നല്ലേ കരുതേണ്ടത്? ഇതല്ലേ നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ദൃശ്യങ്ങൾ? അന്വയിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലും കുപ്പിയും ഹെൽമറ്റും ഒക്കെ വലിച്ചെറിയുന്നു, ചെരുപ്പ് വലിച്ചെറിയുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അത് നിങ്ങൾ ചില ദൃശ്യങ്ങളെ കണ്ടുള്ളൂ. അതാണ് സെലക്റ്റീവായിട്ടുള്ള കാഴ്ചയാണ്. അതാണല്ലോ പ്രശ്നം. സൗകര്യമുള്ള കാര്യങ്ങൾ കാണുകയും അസൗകര്യമുള്ളവ കാണാതിരിക്കുകയും ചെയ്യുന്നു. സൗകര്യമുള്ളത് പറയുകയും അസൗകര്യമുള്ളത് പറയാതിരിക്കുകയും ചെയ്യുന്നു. അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കാണുന്നില്ല.
കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയത് ആ സമയത്ത് ലൈവിൽ എല്ലാവരും കണ്ടതാണല്ലോ. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണല്ലോ. വീടുകളുടെ മുമ്പിലല്ലാതെ പിന്നെ നോക്കൂ, കടപ്പുറത്ത് പോയി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. വീടിന്റെ മുമ്പിലല്ലേ ഇത് നടക്കുന്നത്, അവിടെയല്ലേ പ്രതിഷേധിക്കുക. ED ഓഫീസിന്റെ മുമ്പിലല്ലേ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോ കാറ് കത്തിച്ചത്, അല്ലേ? ഡൽഹിയിലെ ED ആസ്ഥാനത്തിന്റെ റോഡിലല്ലേ പ്രതിഷേധം പോകേണ്ടിയിരുന്നത്. അതെ, നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ആവാം, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് കാറ് കത്തിക്കാം എന്നാണല്ലോ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്. ഒരു കാറിന്റെ ചില്ല് പൊട്ടിയതാണ് വിഷയം. ഇവിടെ അല്ല, ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ. ഇത്ര നേരം പറഞ്ഞത് എന്താ? അവിടെ വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു എന്നാണ്. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറയുന്ന കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വീടിന് മുന്നിലേക്ക് പ്രതിഷേധം ആലോചിച്ചത് ആരാണ്? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്, മര്യാദയല്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള വാദം അവതരിപ്പിക്കുന്ന 3 പേരെ കൊണ്ടുവന്നിരുത്തുക, ഞാൻ സംസാരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇടപെടുക. ഇതൊരു മര്യാദയല്ല. ജനാധിപത്യം മര്യാദ ചർച്ചയിലും ബാധകമാണ്. ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. CPM, കോൺഗ്രസ്, BJP ഒരു അഭിഭാഷകൻ നോക്കൂ, CPM, കോൺഗ്രസ്, BJP അഭിഭാഷകൻ, ഇതാണ് ജനാധിപത്യം. ഏകപക്ഷീയമായിട്ട് നടത്തിയാൽ പോരെ? നോക്കൂ, അല്ല, ഇത് ജനാധിപത്യം പഠിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നാൽ നിങ്ങൾ ഏകപക്ഷീയമായി നടത്തിക്കോളൂന്നേ. എന്താണ് ഏകപക്ഷീയം? ചോദ്യങ്ങൾ എന്താണ് ഇത്ര അസഹിഷ്ണുത? ഭാഗം പറയാനുള്ള പറയാണല്ലോ ശ്രീ MP രാജേഷ്. എന്താണ് നിങ്ങൾ പറയാൻ സമ്മതിക്കാത്തതിലാണ്. ഇല്ല, അങ്ങ് പറയൂ. ഇത്ര അസഹിഷ്ണുത നല്ലതല്ല. ഇല്ല, എനിക്കില്ല അസഹിഷ്ണുത. അങ്ങ് പറയൂ. ഒരു ഉപചോദ്യം ചോദിച്ചതാണ്. പറഞ്ഞോളൂ, പ്ലീസ് പറഞ്ഞോളൂ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഇത്രയും കാലമായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തില്ല, അതൊരു ഡീലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ അറിവിലേക്ക് പറയാം, വസ്തുതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നത് നല്ലതാണ്. 2013 നാഷണൽ ഹെറാൾഡ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിൽ പോയി കോടതി ഉത്തരവോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്ത് 2013 എന്നാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തത്? 2022 2014 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 8 വർഷം ചോദ്യം ചെയ്യാതിരുന്നത് എന്ത് ഡീലാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, അത് ഡീൽ അല്ലാതിരിക്കുകയും ഇത് ഡീലാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ചോദ്യം ചെയ്യാൻ വൈകി എന്നാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷേപം. രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം അതാണല്ലോ, അല്ലേ? ചോദ്യം ചെയ്യാൻ വൈകി. 8 വർഷം നിങ്ങൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയത്? എങ്ങനെയാണ്? അത് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറയരുത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കൂ, ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ റെയ്ഡിനെ അപലപിച്ചു. MK സ്റ്റാലിൻ അപലപിക്കുക മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കോൺഗ്രസ് BJP ഡീലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അത് പറയുന്നതിൽ വസ്തുതയുണ്ട്. കാരണം അവിടെ കേജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത് PCC അധ്യക്ഷൻ. ഇവിടെ ആരായിരുന്നു? ആദ്യം ഈ പ്രശ്നം ഉന്നയിച്ചയാൾ മാത്യു കുഴൽനാടൻ. അപ്പോൾ കോൺഗ്രസിന് ഒറ്റുകാരുടെ റോളാണ്, സംഘപരിവാറിൻ്റെ ഒറ്റുകാരുടെ റോളാണ്. 3 തേജസ്വി യാദവ്. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ED ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ED കേസിൽ പ്രതിയായ പണം കൈകൊണ്ട് വാങ്ങുന്നത് ക്യാമറയിൽ പിടിക്കപ്പെട്ടയാളെ ബംഗാളിലെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള മോദിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് എന്ന്. നോക്കൂ, കൈകൊണ്ട് പണം വാങ്ങുന്നത് ക്യാമറയിൽ വന്നതാണ്. സുവേന്ദു അധികാരി, അദ്ദേഹം ED കേസിൽ പ്രതിയായി. ED കേസിൽ പ്രതിയായപ്പോൾ BJPയിലേക്ക് കാലുമാറി, അപ്പോഴോ മുഖ്യമന്ത്രിയായി. അമരീന്ദർ സിംഗ്, അശോക് ചവാൻ, കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക വേണോ? ED കേസിൽ പ്രതിയായിട്ട് BJPയിലേക്ക് കാലുമാറിയവരുടെ എത്ര പേരുണ്ട്? 182 പേരുണ്ട്. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടില്ല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഈ BJPയോട് ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. ഒത്തുതീർപ്പുണ്ടാക്കുന്ന DNA കോൺഗ്രസിൻ്റെ DNA ആണ്. നീണ്ട പട്ടിക തരാം, മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞങ്ങൾ ഇതിനെ നേരിടും. നേരിടാം. പക്ഷേ CMRL MDയുമായിട്ട് എന്താണ് ഇടപാട് എന്നതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഈ ചോദ്യം വരില്ല എന്ന്. Debate with Smriti Parittikar.